ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യൂറോപ്പ ലീഗിൽ നടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സ് റേഞ്ചേഴ്സ് മത്സരം 2-1 എന്ന ഗോൾ സ്കോറിംഗ് യുണൈറ്റഡ് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. യുണൈറ്റഡിന് വേണ്ടി പോർച്ചുഗീസ് താരം ബ്രൂണോ ഫെർണാണ്ടസ് ആയിരുന്നു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് ടീമിൻ്റെ ഭാഗത്തു നിന്നും വളരെ ബോറിംഗ് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ആ ഫസ്റ്റ് ഹാഫ് കണ്ട സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ച അത്രയൊക്കെ ബോറിംഗ് ഒരു ഗെയിം പ്ലേ ആണ് കാണാൻ വേണ്ടി സാധിച്ചത്. അമ്മാതിനെയൊക്കെ ഒരുപാട് ചാൻസസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ഫിനിഷിങ്ങിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ട് തോന്നിയത് ഫസ്റ്റ് ഹാഫിൽ അമ്മാദും അതുപോലെ ഗർണാച്ചോ ആണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഡിഫെൻസീവ്ലി സ്ട്രോങ് ആണ് ആ ഡിലൈറ്റ് ലിസാൻഡ്രോ. അതുകൊണ്ടാണ് കുറച്ച് ഇങ്ങോട്ടേക്ക് ഗോൾ വാങ്ങാതിരുന്നത്. നല്ലൊരു ഫോമിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എന്തിനാണ് ഡിലൈറ്റിനെ സബ് ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചില സമയത്തൊരു എന്തൊക്കെയോ ഒരു മണ്ടത്തരം കാണിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി അമോറമിൻ്റെ ഒരു ഡിസിഷൻ കാണുന്ന സമയത്ത് തോന്നിയിട്ടുള്ളത്. അതുപോലെ ലാസ്റ്റ് മാച്ച് ബ്രൈറ്റൻ്റെ കൂടെ വലിയ മാർജിനിൽ തോറ്റതിന് ശേഷം ഡ്രസ്സിംഗ് റൂമിലേക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അമോറിമിൻ്റെ ഭാഗത്ത് ഹെവി പ്രഷർ ഉണ്ടായി എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ സ്റ്റിൽ യുണൈറ്റഡ് തന്നെയാണ് ഈ ഒരു മാച്ചിൽ വരുന്ന സമയത്ത് ഒരു രീതിയിലും അഗ്രസീവായിട്ട് കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ല. ആർസനലിൻ്റെ ആ ഒരു മാച്ചൊക്കെ ആണെങ്കിൽ വേറെ റേഞ്ച് പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു കാൽ ഭാഗം പോലും ഈ ഒരു യൂറോപ്പ ലീഗിൽ ഇന്നത്തെ മാച്ചിൽ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാനം 86-ാമത്തെ മിനിറ്റിൽ അവർ ഗോൾ തിരിച്ചടിക്കുന്നു. പക്ഷെ ആ ഒരു സമയത്ത് മെഗ്വയറിനെ മാത്രം കുറ്റം പറയാൻ സാധിക്കില്ല. തൊട്ടടുത്ത് തന്നെ ഡിയാലോ ഉണ്ട്. കാരണം അതുവരെ ഹൈ ബോളാണ്, അതൊരു 50-50 ചാൻസ് ആണ്. പക്ഷേ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ മെഗ്വയറിനെ കുറ്റപ്പെടുത്തി നെഗറ്റീവ് പറഞ്ഞ് സംസാരിക്കാം. പക്ഷേ എന്താ പറയുക, അതൊരു മെഗ്വയറിനെ മാത്രം പ്രോബ്ലംസ് ആയിട്ട് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ 87-ാം മിനിറ്റിൽ അവർ തിരിച്ച് സ്കോർ ചെയ്യുന്നു. അതിനുശേഷം അവസാനത്തെ ഒരു എക്സ്ട്രാ ടൈമിലാണ് ക്ലാസ് അസിസ്റ്റാണ് ഉണ്ടായത് ലിസാൻഡ്രോയുടെ ഭാഗത്തു നിന്നും. ഇതേ സെയിം അസിസ്റ്റ് തന്നെയാണ് സിറ്റിയുടെ അപ്പുറം കൊടുത്ത് അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. അതിൽ ഫിനിഷ് ചെയ്യാൻ കുറച്ചും കൂടി ഒരു സ്ട്രഗിൾ ചെയ്യേണ്ട വന്നിട്ടുണ്ടായിരുന്നു അമ്മാതിന്. പക്ഷേ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ്. സ്റ്റിൽ എനിക്ക് പറയാനുള്ള വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട. എങ്ങനെയൊക്കെയോ ജയിച്ചു. അല്ലാണ്ട് യുണൈറ്റഡിൻ്റെ ഗെയിം പ്ലേയിൽ വലിയ രീതിയിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇനി മാറുമെന്നൊരു പ്രതീക്ഷയുമില്ല. ഇപ്പോൾ ഗർണാച്ചോ ചെൽസി വലിയൊരു ഓഫർ 70 മില്യൻ്റെ ഓഫറാണ് ചെൽസി കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 90% പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിക്കൊന്ന് ചെൽസി ഒരു മത്തിക്കച്ചവടം ചെയ്യുന്ന പോലെയാണ് വലിയ എമൗണ്ട് കൊടുത്തിട്ട് പ്ലേയേഴ്സിനെ വാങ്ങിക്കുന്നത്. അത് എവിടെയാണ് കളിപ്പിക്കുകയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡിഫെൻസീവ്ലി കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ പിന്നെ ഓക്കെ ആയിരുന്നു. അറ്റാക്കിങ്ങിൽ ഒരു 3 സബ്സ്റ്റിറ്റ്യൂട്ടെങ്കിലും വലിയ താരങ്ങൾ സ്റ്റിൽ അവൈലബിൾ ആണ്. എന്നിട്ടും ഗർണാച്ചോ കൂടി വേണമെന്ന് പറയുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ റാഷ്ഫോർഡും ഓൾമോസ്റ്റ് പോകുന്ന ഒരു 99% കൺഫേം തന്നെയാണ് ബാഴ്സലോണ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ 2 പ്ലെയർ പോയി കഴിഞ്ഞാൽ വിങ്ങിൽ ഇനി ആരെ യൂസ് ചെയ്യും, വിങ്ങിൽ ഇനി ആരെ കൊണ്ടുവരും എന്നാണ് അടുത്ത ചോദ്യം. എഗെയിൻ എന്തെങ്കിലും വലിയൊരു മണ്ടത്തരം തന്നെ കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യുണൈറ്റഡ് മാനേജിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ളൊരു ടാക്ടിക്കലി ഉള്ളൊരു മൂവിങ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതും വലിയൊരു താരം ഇപ്പോൾ സ്റ്റിൽ അവൈലബിൾ ആയിട്ടും അത്ര വലിയൊരു ഹൈപ്പുള്ള താരം ഇപ്പോൾ പിന്നെ വിനീഷ്യസ് ജൂനിയർ പോലത്തെ ഉള്ള ഒരു പ്ലെയറൊക്കെയാണ് വിങ്ങിലേക്ക് പറയാൻ ഒരു വലിയ താരം എന്നൊക്കെ പറയാനുള്ളത്. പക്ഷേ ഒരിക്കലും വിനീഷ്യസ് ഒന്നും മാഡ്രിഡ് വിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഗർണാച്ചോ പോകുന്നു എന്നുള്ളത് കൺഫേം. അതായത് ഈ ഒരു ഓഫർ 70 മില്യൺ യൂറോയുടെ ഓഫർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഗർണാച്ചോ നാപ്പോളിൽ നിന്ന് ഓഫർ ഉണ്ട്. നാപ്പോളി 50 മില്യൺ യൂറോൻ്റെ ഓഫറാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ പ്രീമിയർ ലീഗിൽ തന്നെ തുടരാനാണ് ഗർണാച്ചോക്ക് താല്പര്യം എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. എന്നാലും ഇതൊരു വലിയൊരു മണ്ടത്തരം തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളത്. യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം അവസാനം റൊണാൾഡോനെ കൊടുത്തു. ഇപ്പോൾ ഒരു സെൻറ്റർ ഫോർവേഡ് ഇല്ലാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഹോയ്ലൻഡും കണക്കിന് 60 എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഇത്രയും സമയം കിട്ടിയിട്ടും ഒരു 10 കളി കളിച്ച ഏതെങ്കിലും 2 കളിയിൽ ഗോൾ സ്കോർ ചെയ്യുന്നതല്ലാതെ ഒരു സെൻറ്റർ ഫോർവേഡ് ഒരു റൊണാൾഡോ, ബെൻസിമ അങ്ങനെയുള്ള ഒരു റേഞ്ചിലേക്കുള്ള ഒരു പൊസിഷനിലേക്കൊന്നും വരുമെന്നും പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു പ്ലെയറിനെ കുറിച്ച് പറയുമ്പോൾ. എന്താണ് എന്ന് കാത്തിരുന്ന് കാണാം. എനിക്കിത്രയേ പറയാനുള്ളൂ. വലിയ രീതിയിലുള്ള പ്രതീക്ഷകളൊന്നും വേണ്ട. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.